ഓക്കെ സ്റ്റാർട്ട്. ഊമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും എന്നെയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പ്ലഡ്ജ്. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion and in their well-being and prosperity alone lies my happiness. Jai Hind. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് എവിടെയായിരുന്നു ലാസ്റ്റ് എടുത്തു വെച്ചിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടില്ലല്ലോ അല്ലെ? കഴിഞ്ഞ ക്ലാസ് ശനിയാഴ്ച നമ്മള് ക്ലാസ് എടുത്തിട്ടില്ലല്ലോ. റെക്കോർഡ് ഓൺ അല്ലേ? റെക്കോർഡ് ഓൺ ആണല്ലേ? ഒന്ന് പറയണേ. ഓണല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ ഏതായിരുന്നു കൊടുത്തിരുന്നത്? നമ്മള് ഇൻസൈഡ് സ്കൂൾ അല്ലെ? ഇൻസൈഡ് സ്കൂൾ എടുത്തു, അതുപോലെ ഔട്ട്സൈഡ് ദ സ്കൂൾ അല്ലെ? ഔട്ട്സൈഡ് ദ സ്കൂളില് 3 ടോപ്പിക് അല്ലേ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും സാനിറ്റേഷനും ഫുഡ് ആൻഡ് ക്ലോത്ത് അല്ലെ? അത്രയല്ലായിരുന്നു പറഞ്ഞിരുന്നത്? ഫുഡ് ആൻഡ് ക്ലോത്ത് പറഞ്ഞിരുന്നോ? ഫുഡ് ആൻഡ് ക്ലോത്ത് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു മിസ്സേ. പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൗസും ഇന്റീരിയറും ആണ് നമുക്ക് പറയാനുള്ളത് അല്ലെ? അപ്പൊ നമ്മള് ഇൻസൈഡ്, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ഈ ചാപ്റ്റർ, അതായത് സെക്കൻഡ് ചാപ്റ്റർ ഹൈജീൻ ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് ആണ്. ഇത് അത്യാവശ്യം എന്താണ്, ചെറിയ കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. വലുതല്ല, എന്നാലും മറ്റുള്ള ചാപ്റ്റർ നമ്മൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ മറ്റുള്ള ചാപ്റ്ററിനെക്കാട്ടി ഒന്നും കൂടെ കുറച്ച് വലുതാണ് അല്ലെ? അപ്പോ ഇതില് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, അതായത് ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ നോട്ട്സ് ഒക്കെ എഴുതില്ലേ? നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൂടെ എഴുതണേ, വിട്ടു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഫുഡ് ആൻഡ് ക്ലോത്ത്, ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന്റെ പുറത്തുള്ള കാര്യം സ്കൂളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളുമാണ് അല്ലെ? നമ്മള് ഇനി പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ എത്ര പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു? 4 പോയിന്റ്സ് പറഞ്ഞിരുന്നു കേട്ടോ. രണ്ടോ മൂന്നോ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന്റെ ഔട്ട്സൈഡ് ആണ്. അതിൽ സ്റ്റാൻഡേർഡ് പറഞ്ഞു, സാനിറ്റേഷൻ പറഞ്ഞു, ഫുഡ് ആൻഡ് ക്ലോത്തും പറഞ്ഞിരുന്നു. ഇനി ഹൗസ് ആണ് അല്ലെ? വീടാണ് അടുത്തത്. The location and plan of houses have a good role in keeping the health of the people in it. Good ventilation and sunlight is necessary. Surroundings should be clean and free from unhealthy conditions. ഇന്റീരിയർ, ഇത് രണ്ടും കൂടെ ഉള്ളൂ അല്ലെ? അതില് ബാലൻസ് ഇന്റീരിയർ നോക്കാം. The interior should be kept neat and clean for the children to be free from unhygienic situations. ഇത് എനിക്ക് വായിച്ചു തരണല്ലോ ഒരാള്. എന്താ, നജ്മു വായിക്കാൻ പറ്റുമോ? നജ്മു സുൽത്താന. ബുക്കില്ലേ? ഞാൻ ഇതിന്റെ മുമ്പ് വിട്ടു തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇന്നെടുക്കുന്ന പോർഷൻസ് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തോല് അത് നോക്കി വായിച്ചാൽ മതിയെ. നജ്മു സുൽത്താനൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
കേൾക്കണില്ലേ? മോൾക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. ഓക്കെ. ഇന്ന് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റും? എവിടെ മൂസിന്? എവിടെ ലീഡർ തീ കയറിയിട്ടില്ലേ? ലീഡർ ഒന്ന് വായിക്കട്ടെ അല്ലെ? സ്റ്റാർട്ടിങ് ലീഡർ കാണിച്ചു കൊടുക്കട്ടെ. ലീഡർ ജോയിൻ ചെയ്തിട്ടില്ലേ ഇതില്? മൂസിനെ ഉള്ളൂ അല്ലെ? മൂസിനെ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. എന്നാ പിന്നെ എന്താ പറയാ, സുഹൈല വായിക്ക്. House. The location and the plan of houses have a good role in keeping the health of the pupil in it. Good ventilation and sunlight is necessary. Surroundings should be clean and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhygienic situations. ഓക്കെ. ഇനി മൈക്ക് ഓഫ് ചെയ്തട്ടോ. നമ്മൾ ഇനി ഹൗസും ഇന്റീരിയറും കൂടെയാണല്ലേ ഇതിൽ പറയാൻ ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഹൗസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അല്ലെ. എന്താണ് ഹൗസിനെ കുറിച്ചിട്ട് പറഞ്ഞത്? ദ ലൊക്കേഷൻ ആൻഡ് പ്ലാൻ ഓഫ് ഹൗസസ് ഹാവ് എ ഗുഡ് റോൾ ഇൻ കീപ്പിംഗ് ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീടുകളുടെ സ്ഥലവും പ്ലാനും പിന്നെ അതിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ഇവരൊക്കെ ആരോഗ്യം നിലനിർത്താന് നമ്മൾ നന്നായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊക്കെ എല്ലാ വീടുകളിലും കൂടുതലല്ലേ, അധിക വീടുകളിലും പനി കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഒരാൾക്ക് ഉണ്ടായാല് വീട്ടിലെ ഒരൊറ്റ ഒരാൾക്ക് ഉണ്ടായാൽ മൊത്തത്തിലേക്കാരം റൗണ്ട് ചെയ്ത് ഇങ്ങനെ വീട്ടിലെ എല്ലാവർക്കും എത്തും അല്ലെ. അങ്ങനെയാണല്ലോ, പെട്ടെന്ന് മാറി കിട്ടൂല. അപ്പൊ നമ്മള് എന്താണ് ഹൗസാണ് കേട്ടോ നോക്കണം. അതായത് വീടുകളുടെ സ്ഥലം അല്ലെ, നമ്മള് വീട് വെക്കണതിന്റെ പ്ലാനും അതുപോലെ ലൊക്കേഷനും ഹാവ് എ ഗുഡ് റോൾ ഇൻ കീപ്പിംഗ് ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ ഇൻ ഇറ്റ്. അതായത് വീടുകളുടെ സ്ഥലവും പ്ലാനും അതിലുള്ള ആൾക്കാരും ഇവരൊക്കെ ആരോഗ്യം നിലനിർത്താന് അല്ലെ, നിലനിർത്തുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്തൊക്കെയാ അത്യാവശ്യമാണ് വീട്ടില്? ഗുഡ് വെന്റിലേഷൻ ആൻഡ് സൺലൈറ്റ് ഈസ് നെസസറി അല്ലെ. അതായത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, വീടൊക്കെ അടഞ്ഞു കിടക്കുന്നതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവും. ഇതിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഇഷ്ടമുള്ളത്? അതായത് ഡോറൊക്കെ ആകെ ക്ലോസ് ചെയ്തിട്ട് ഒരു ഇരുട്ട് മുറിയിൽ കിടക്കണ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് അല്ലെ. ഇരുട്ട് മുറിയിൽ കിടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ നന്നായിട്ട് വെളിച്ചം കിട്ടണം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലെ. രണ്ടു തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. നമ്മള് രാവിലെ മോർണിംഗ് ഒക്കെ നമ്മൾ എഴുന്നേറ്റാൽ നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് തന്നെ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യും അല്ലെ. ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് ഒക്കെ കിട്ടണം അല്ലെ. അല്ലെങ്കിൽ എന്തേക്കാരം ബുദ്ധിമുട്ടേക്കാരം. ആർക്കാണ്? ഫർസാന തസ്നിക്കാണോ ഇരുട്ടിഷ്ടം അല്ലെ? ഇരുട്ടിഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എനിക്കൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ, കുറച്ച് മുമ്പൊക്കെ. അതായത് നമ്മള് എന്താണ് പഠിക്കുന്ന ടൈമില് അതായത് നമ്മളിപ്പോ +2 +1 ആ വീട്ടില് റൂമിൽ കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ വാതിലടക്കുക. നമ്മളൊന്ന് കിടക്കണല്ലോ, നമുക്ക് പുറത്തുനിന്ന് ആരെയും വന്നവര് കണ്ടാലും സംസാരിക്കാൻ പോകേണ്ടി വരുമല്ലോ. അന്ന് ആ ടൈമിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് റൂമിന്റെ ഉള്ളിൽ ഞാന് കസിൻസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആ ഇരുട്ട് റൂമിൽ ഇങ്ങനെ കിടക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഒക്കെ നേരെ തിരിച്ചായിട്ടോ. ഇപ്പൊ എങ്ങനെയാണ്? അത്യാവശ്യം വെളിച്ചം കിട്ടണം. രാവിലെ എണീറ്റാല് എന്താണ് വാതിലൊക്കെ ഒന്ന് ആകെ ഓപ്പൺ ആക്കിയിടണം, ജനവാതിലൊക്കെ. അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഓരോ ടൈമും ഓരോ സിറ്റുവേഷനേക്കാരം. ചില ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടേക്കാരം അല്ലെ, ഇരുട്ട് റൂമിൽ കിടക്കാൻ ഇഷ്ടമായിരിക്കും, വെളിച്ചൊന്നും കിട്ടാതെ അല്ലെ. നമ്മളിപ്പോ കർട്ടൻ വെച്ചാലും ചില ആൾക്കാർ അതിലൂടെ വെളിച്ചം കിട്ടി അതുവരെ അടക്കണ ആൾക്കാരുണ്ട് അല്ലെ. രണ്ടു തരം ആൾക്കാരാണ്. ഓരോരുത്തർക്ക് ഓരോ, ചില ആൾക്കാർക്ക് വെളിച്ചം കണ്ട ഉറക്കം വരൂല എന്നൊക്കെ പറയും. 0 ബൾബ് ഇട്ടാൽ ഉറക്കം വരൂല മൊത്തത്തിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളതിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗുഡ് വെന്റിലേഷൻ ആൻഡ് സൺലൈറ്റ് ഈസ് നെസസറി. അതായത് നല്ല വായു സഞ്ചാരവും സൂര്യപ്രകാശവും അത്യാവശ്യമാണ് അല്ലെ. നല്ല വായു സഞ്ചാരം ഇടങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ ഉടനൊക്കെ ചെറിയ മക്കളെ എന്താണ് വെയില് കൊള്ളിക്കുക എന്നൊക്കെ അറിയാലോ നമുക്ക്. അങ്ങനെ ചെയ്യലുണ്ടല്ലോ അല്ലെ. ഇളം വെയില് തട്ടുക എന്നുള്ളത് അത് നമുക്കും നല്ലതാണ്. ഇപ്പം വിറ്റാമിൻ ഡിന്റെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാക്കാരം? വിറ്റാമിൻ ഡി ഉള്ള കുറവുള്ള ആൾക്കാർ ഈ വെയിൽ കൊള്ളണം എന്ന് പറയും അല്ലെ. വെയിൽ കൊണ്ടാലേ വിറ്റാമിൻ ഡി ഉണ്ടാവുള്ളൂ.
അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ നല്ല വായു സഞ്ചാരവും അതുപോലെ സൂര്യപ്രകാശവും ആവശ്യമാണ് കേട്ടോ. ഗുഡ് വെന്റിലേഷൻ ആൻഡ് സൺലൈറ്റ് ഈസ് നെസസറി. സൺലൈറ്റും അതുപോലെ നല്ല വെന്റിലേഷനും എന്താണ് അത്യാവശ്യമാണ്. സറൗണ്ടിങ്സ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി കണ്ടീഷൻസ്. നമ്മളെ ചുറ്റുപാട് എന്തായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം അല്ലെ. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ ചുറ്റുപാടൊക്കെ അധികം ഒരു മോശമായിരിക്കും അല്ലെ. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതൊരു വൃത്തിയാവാത്തത് പോലെ തോന്നുന്ന ഒരു തരത്തിലായിരിക്കും അല്ലെ. നിങ്ങൾക്ക് അറിയാൻ പറ്റും മഴയൊക്കെ പെയ്താൽ ആകെ എന്തൊക്കെയോ കേൾക്കാറും അല്ലെ. ആകെ കൂടെ സ്മെല്ലും ആ ഒരു മഴന്റെതും എല്ലാം കൂടെ ആവുമ്പോ അപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല സൂര്യപ്രകാശം തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യണം? വൃത്തിയുള്ളതും അതുപോലെ എന്താണ് അനാരോഗ്യ കാര്യങ്ങളിലെ അനാരോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളത് എല്ലാവരും ഇരിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. മൈക്ക് ഓണാർദോ ആയിട്ടുണ്ട്. മൈക്കൊന്ന് ഓഫ് ചെയ്യട്ടോ. ആർദാന്ന് ആയത് നോക്കട്ടെ. മൈക്കൊന്ന് ഓഫ് ചെയ്യട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളെ ചുറ്റുപാട് എന്തായിരിക്കണം? നമ്മളെ സറൗണ്ടിങ്സ് എന്തായിരിക്കണം? ഷുഡ് ബി ക്ലീൻ, നല്ല വൃത്തിയുള്ളതായിരിക്കണം. ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി കണ്ടീഷൻസ്. അതായത് കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ ഹെൽത്തി അല്ലാത്ത സാഹചര്യം ഉണ്ടാവൂലേ. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം? ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി നമ്മൾ ഹെൽത്തി ആയിട്ട് എടുക്കുക. നമുക്ക് പനിയൊക്കെ വന്നാൽ അറിയാൻ പറ്റും. നമ്മളെ ഹെൽത്തി ഒക്കെ പോയിട്ട് അൺഹെൽത്തി ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക അല്ലെ. നമ്മളെ ചുറ്റുപാടൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഹൗസ് എന്നതിൽ പറഞ്ഞത് എന്താണ്? അതായത് നമ്മളെ ലൊക്കേഷനും പ്ലാനും, നമ്മളൊരു വീടിന്റെ ലൊക്കേഷനും പ്ലാനും എന്തായിരിക്കണം? നമ്മൾ ആരോഗ്യം നിലനിർത്താൻ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അതുപോലെ ഗുഡ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, സൺലൈറ്റ് ഉണ്ടായിരിക്കണം വീടിന് അല്ലെ. നമുക്ക് അത്യാവശ്യം നമുക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ സറൗണ്ടിങ്സ് എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അൺഹെൽത്തി കണ്ടീഷൻസ് അതും കൂടെ എന്ത് ചെയ്യണം? നമ്മള് മാനേജ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇന്റീരിയർ. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്റീരിയർ പറഞ്ഞാല് നമ്മളെ വീടിന്റെ ഇന്റീരിയർ ആണോ അതോ നമ്മളെ ഉള്ളിൽ നിന്നാണ്? എന്താ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ? നിങ്ങളെ മൈൻഡില് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്റീരിയർ എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാവരും വീടിന് അറിയാൻ പറ്റും. ചെറിയൊരു വീടാണെങ്കിലും ഇന്റീരിയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇല്ലേ. അപ്പൊ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്തേക്കാരം? ഇന്റീരിയർ എന്ന് പറഞ്ഞാല് ആ ഒരു ഇതാണോ? ജിപ്സം വർക്കൊക്കെ ആണോ ഇന്റീരിയർ എന്ന് പറഞ്ഞാല്? ആണോ? അല്ലല്ലോ. എക്സാമിനൊക്കെ ഇന്റീരിയർ എന്ന് വരുമ്പോ നിങ്ങൾ പെട്ടെന്ന് എന്താ ലൈറ്റ് ബൾബൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് അതായത് നമ്മളെ വീട്ടിന്റെ നമ്മളെ വൃത്തിയില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുക? മോചിപ്പിക്കുക. നമ്മൾ ഇന്റീരിയർ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അത് വീടിന്റെ ഉള്ളിൽ അതാണ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നമ്മളെ ഈ ഡിസൈനും കാര്യങ്ങളും ഒന്നും അല്ല. അപ്പൊ വീടിന്റെ ഉള്ളിലുള്ള സാഹചര്യമാണ് പറഞ്ഞത് കേട്ടോ. വീടിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എന്നാലേ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുട്ടികൾ അതിൽ നമുക്ക് മോചിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീടിന്റെ ഇന്റീരിയർ വൃത്തിയുള്ളതായിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റുഡൻസിന്, അതായത് മക്കളെ നമ്മളെ വൃത്തിയുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇന്റീരിയർ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ നമ്മള് ഔട്ട്സൈഡ് ദ സ്കൂൾ അല്ലെ. നമ്മൾ ഔട്ട്സൈഡ് ദ സ്കൂൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഫസ്റ്റ് വൺ, സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്, ഫുഡ് ആൻഡ് ക്ലോത്ത്, ഹൗസ്, ഇന്റീരിയർ നിങ്ങൾ പഠിച്ചിരിക്കണേ. അതേപോലെ ഇൻസൈഡ് സ്കൂളിൽ നമ്മള് ഫസ്റ്റ് എയ്ഡ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നിങ്ങൾ ഈ ഔട്ട്സൈഡ് ദ സ്കൂളിൽ ഈ ഒരു 5 പോയിന്റ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്സും ഫുഡ് ആൻഡ് ക്ലോത്തും ഹൗസും ഇന്റീരിയറും നിങ്ങൾ മറക്കരുത്. അതായത് ഇൻസൈഡും അതായത് നമ്മള് സ്കൂളിന്റെ ഇൻസൈഡും ഔട്ട്സൈഡുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എഴുതുമല്ലോ നിങ്ങള്. അപ്പൊ അതിന്റെ ഒരു ചെറിയ 2 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എക്സാമിന് എഴുതുക കേട്ടോ. അതുപോലെ ഇൻസൈഡ് ദ സ്കൂളിലും ഒരു 2-3 പോയിന്റ്സ് എഴുതിയെടുക്കുക കേട്ടോ എക്സാമിന്റെ ടൈമില്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്, ഫുഡ് ആൻഡ് ക്ലോത്ത്, ഹൗസ്, ഇന്റീരിയർ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് എഴുതുക കേട്ടോ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് എഴുതണേ. യെസ്, ഉള്ളിലെ പാർട്ട് തന്നെയാണ്. ഓക്കെ, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് എഴുതുക കേട്ടോ. നല്ല മഴ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ മഴ ഉണ്ടോ? ഇപ്പൊ കുറെ സ്ഥലത്ത് റെഡ് അലേർട്ടും ഒക്കെയാണല്ലേ. കോഴിക്കോട് ജില്ലകളിലൊക്കെ ഇന്ന് അവധിയാണ്. നമ്മളവിടൊക്കെ ക്ലാസ്സുകളുണ്ട്, അവിടൊക്കെ അവധിയാണ്. നല്ല മഴ ഉണ്ട്. മഴന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടോ? ഡോർ ക്ലോസ് ചെയ്തണ്. എന്നാലും ചില സമയത്ത് അല്ലെ മഴ നന്നായിട്ട് പെയ്യുമ്പോ ചിലപ്പോ കേൾക്കും.
അപ്പൊ ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും മനസ്സിലായല്ലോ സംഭവം അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നമ്മൾ എക്സാമിന്റെ ടൈമിൽ വരുമ്പോ നിങ്ങള് മറക്കരുത് കേട്ടോ. ഓക്കെ. സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്, സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്, ഫുഡ് ആൻഡ് ക്ലോത്ത്, ഹൗസ്, ഇന്റീരിയർ നിങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ഇങ്ങനെ എഴുതാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാൻ കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ഇനി അത് പറയണ്ടല്ലോ, സ്കൂളിന്റെ പുറത്തും സ്കൂളിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഇനി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയൂലേ? നിങ്ങളിപ്പോ എഴുതിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം, പിന്നെ ശുചിത്വം, ഭക്ഷണം, വസ്ത്രം, വീട്, ഇന്റീരിയർ അല്ലെ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. പിന്നെ അതിന്റെ 2 കൂടെ പറയാനുണ്ടായിരുന്നു. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാ? ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. ഇനി അതാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസത്തില് സ്കൂളുകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. Schools have a vital role to play in developing consciousness among the children. The sense of hygiene or well-being should last in the whole life of the individual. A school should insist on cleanliness and neatness along with sense of hygiene. അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കണം. The school should help to develop essential habit of health. എന്തൊക്കെയാണ്? Washing hands and mouth before and by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using lavatory properly. നമ്മൾ ചെറിയ അധികം കേൾക്കാത്തൊരു വാക്കുകൾ. lavatory. Washing oneself whenever necessary, especially after play, journey, etc. ഇതാരാ വായിച്ചു തരിക? ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ആരാ ഒന്ന് വായിച്ചു തരിക? വിളിക്കാതെ ഓക്കെ വായിച്ചു. The role of school in health education. School have a vital role to play in developing health consciousness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should insist on cleanliness and neatness along with the sense of hygiene. Full വായിക്കണോ? ഫുള്ള് വായിച്ചു. അതായത് ജേണി വരെ. ജേണി വരെ വായിച്ചു. The school should help to develop essential habits of health. They include: first one, washing hands and mouth before and after having food. Second, keep personal hygiene by maintaining neatness and cleanliness. Third, regular toilet habits. Fourth, brushing teeth twice a day. 5, using lavatory properly. 6, washing oneself whenever necessary, especially after play, journey, etc. ഈ വാക്കുകൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ലാബോറട്ടറി കേട്ടിട്ടുണ്ടോ? എന്തേക്കാരം ലാബോറട്ടറി എന്ന് പറഞ്ഞാൽ ആർക്കറിയാം? ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക നോക്കട്ടെ. ആരൊക്കെ അറിയാൻ നോക്കട്ടെ. എല്ലാരും അയച്ചോളി. നിങ്ങൾക്ക് അറിയാവുന്നത് അയച്ചോളി. നിങ്ങൾക്ക് മൈൻഡില് ഇപ്പൊ ഇതാണ് എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, അത് ഒന്ന് അയച്ചു നോക്കി. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ? ടോയ്ലറ്റ് ആണ് അല്ലെ? നമുക്ക് ശരിക്കും എന്തിനാ പോലെ എത്ര ബുദ്ധിമുട്ടില്ല ലാബോറട്ടറി എന്നൊക്കെ കൊടുക്കണ അല്ലെ? ലാബോറട്ടറി നമുക്ക് ടോയ്ലറ്റിന് കൊടുത്താൽ പോലെ ചിന്തിക്കും. പക്ഷെ നമുക്ക് പുതിയ വേർഡ്സുകൾ പഠിക്കാമല്ലോ അല്ലെ? ലാബോറട്ടറി എന്നൊക്കെ നമുക്ക് പുതിയൊരു വേർഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ എവിടെ പോയാലും നമ്മളിപ്പോ ഒരു ടൂറിനൊക്കെ പോവാണെങ്കിൽ ലാബോറട്ടറി എന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ടോയ്ലറ്റ് ആണെന്നുള്ളത് അല്ലെ? ഓക്കെ. അപ്പൊ ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ? Schools have a vital role to play in developing health consciousness among the children. കുട്ടികളിലെ ആരോഗ്യബോധം വളർത്തിയെടുക്കുന്നതിൽ സ്കൂളിന് എന്തുണ്ട്? നന്നായിട്ടുള്ളൊരു പങ്കുണ്ട് അല്ലെ? നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, എന്താണുള്ളത്? കുട്ടികളില് ആരോഗ്യബോധം അല്ലെ? ആരോഗ്യം നന്നായിരിക്കണം എന്നുള്ള ആ ഒരു സംഭവം അത് വളർത്തിയെടുക്കുന്നതിൽ സ്കൂളിന് എന്തുണ്ട്? നല്ലൊരു നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ദ സെൻസ് ഓഫ് ഹൈജീൻ ഓർ വെൽ ബീയിങ് ഷുഡ് ലാസ്റ്റ് ഇൻ ദ വൂൾ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശുചിത്വ ബോധം, നമ്മളെ വൃത്തി
അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ ശുചിത്വ ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടു നടക്കേണ്ടതാണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മൾ വൃത്തി നടന്നു എന്ന് വിചാരിക്കുക, നാളെ വൃത്തി ഇല്ലാതെ നടക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലോ. ഇപ്പൊ നമ്മൾ ഇന്ന് നല്ല വൃത്തിയിലൊക്കെ നടന്നു, നമ്മൾ മാറ്റി ഒരുങ്ങിയൊക്കെ വന്നു, ഇനി നാളെ നമ്മൾ എന്ത് ചെയ്യുക? വൃത്തിയില്ലാതെ എന്തെങ്കിലുമൊക്കെ കോലത്തിൽ വരാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശുചിത്വ ബോധം അല്ലെ, അതെന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ആവശ്യമാണ്. ലൈഫ് ലോങ് ആണ് അതൊക്കെ അല്ലെ. നമുക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളതാണ് എന്ത്? ഹൈജീൻ എന്ന് പറഞ്ഞത് അല്ലെ. നമുക്കിപ്പോ സ്വന്തമായി ഒരു ഇൻഡിവിജ്വൽ ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എന്താവശ്യമാണ്? ഈ ഹൈജീന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The school should insist a cleanliness and neatness along with sense of hygiene. അല്ലെ, എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഈ ശുചിത്വ ബോധം ഉണ്ടാവും അല്ലെ, അതിന്റെ കൂടെ നമ്മൾ അതായത് എന്ത് ചെയ്യും? നമ്മൾ സ്കൂളുകളൊക്കെ അതായത് നമ്മളെ വീട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ വൃത്തിയാക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഈ ശുചിത്വ ബോധത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളുകളും എന്ത് ചെയ്യണം? അതായത് ഇപ്പൊ ചെറിയ മക്കളല്ല, അത്യാവശ്യം കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മളെ ക്ലീൻ ആക്കാൻ എന്ത് ചെയ്യണം? നിർബന്ധിപ്പിക്കണം. വേണ്ടേ? ഇപ്പൊ നിങ്ങളൊരു ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ക്ലാസ് റൂമില് അതായത് ഒരു ക്ലാസ് റൂം ഉണ്ടാവും അല്ലെ, ഞങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിലാണ്. അപ്പൊ ആ ക്ലാസ് റൂമിൽ എന്തെങ്കിലും പൊടിയോ ചളിയോ അതൊക്കെ ആയി എന്ന് വിചാരിക്കുക. അപ്പൊ അത് അവിടെ താഴെ വന്നാണോ റെഡിയാക്കുക, അതോ നിങ്ങളാണോ റെഡിയാക്കുക? നമ്മളല്ല റെഡിയാക്കുക, നമ്മളെ ക്ലാസ് റൂമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ എന്ത് ചെയ്യണം? റെഡിയാക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ശുചിത്വ ബോധത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശുചിത്വവും വൃത്തിയും സ്കൂളിൽ എന്ത് ചെയ്യണം? നിർബന്ധിക്കണം. വേണ്ടേ? അതൊക്കെ ഉണ്ടാവണം അല്ലെ. നമ്മൾ ഈ പഠിക്കണ കൂടെ തന്നെ ശുചിത്വത്തിന്റെ കാര്യം കൂടെ സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു KG കുട്ടിയാണെങ്കിലും അവിടെ എന്തെങ്കിലും വെള്ളമൊക്കെ പോയാൽ നമ്മൾ ഓരോട് തുടപ്പിക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓരോട് പറയാം അല്ലെ. അവിടെ എന്തെങ്കിലും ടവലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. എന്നാലും അവരെന്ത് ചെയ്യും? ശുചിത്വത്തോടു കൂടി അവർക്ക് വളരാന് പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ അങ്ങനെയല്ലേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോ ആ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. അതായത് എന്താണ്? ആരോഗ്യ വിദ്യാഭ്യാസത്തില് സ്കൂളുകളുടെ പങ്കാണ്, ഈ സ്കൂളുകളുടെ ഇമ്പോർട്ടൻസ് ആണ്. കുട്ടികളിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ ആരോഗ്യ ബോധം നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. വേണ്ട, അത് സ്കൂളിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്കാണ്. അതുപോലെ ഹൈജീൻ എന്ന് പറഞ്ഞാലോ ഒരു വ്യക്തിയുടെ ലൈഫ് ലോങ് എന്താണ്? ആവശ്യമാണ്. വേണ്ടേ? നമുക്ക് ലൈഫ് ലോങ് വൃത്തിയിൽ നടക്കണ്ടേ? അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ എപ്പോഴേക്കാരും കൂടുതലായിട്ടൊരു വൃത്തി ഉണ്ടാകും, പക്ഷെ ഒരു എന്താണ് ഇപ്പൊ നമ്മളെ ഹസ്ബൻഡ് വീട്ടിലാണ് നമ്മളെല്ലാം പക്ക കറക്റ്റ് ആയിരിക്കും അല്ലെ. എല്ലാരും കാര്യമാണ്. ഇപ്പൊ നിസ്കാരം അത് ഇത് അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാറ്. പക്ഷെ നമ്മൾ സ്വന്തം വീട്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യാറ്? നേരെ തിരിച്ചായിരിക്കും അല്ലെ. നമുക്കൊരു മടി അല്ലെ, എന്നിപ്പോ കുളിക്കണോ അല്ലെ നേരം വൈകി കുളിക്കാം അല്ലെ. പൊതുവെ എല്ലാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളെ വീട്ടിലെത്തുമ്പോ ഇപ്പൊ ഞാനടക്കം ഇപ്പൊ എന്റെ അതായത് വീട്ടിലെത്തുമ്പോ നമുക്ക് എന്താണ്? നമ്മളെ വീടല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം അല്ലെ. നമ്മളോട് ഇങ്ങനെ നമ്മളെ പേരൻസ് പറയും കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ഇരുന്നൂടെ. പക്ഷെ നമുക്കൊരു മടിയാണ് അല്ലെ. നമ്മളെ വീടല്ലേ, ആരും ഒന്നും പറയാനില്ല, പേടിക്കാനില്ല, അങ്ങനെയല്ലേ നമ്മളെ തോട്ട്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ നമ്മള് എവിടെ ആയാലും ഇനിയിപ്പോ നേരം വൈകിയാലും കുഴപ്പമില്ല, കുളിക്കണം നല്ലോളൂ അല്ലെ, നമ്മള് വൃത്തിയായിട്ട് നടക്കുക. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. എന്ത്? ശുചിത്വ ബോധത്തോടൊപ്പം നമ്മൾ ശുചിത്വവും വൃത്തിയും നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യണം? നിർബന്ധിപ്പിക്കണം. ഓക്കെ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ചില ആൾക്കാർ ഇതില് ഹസ്ബൻഡ് വീട്ടിലുള്ളവരുണ്ടാവും, സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ആലോചിക്കണമല്ലോ, ഇതിലിപ്പോ കുളി കഴിഞ്ഞിട്ടുള്ള എല്ലാരും അല്ലേ വന്നിരിക്കുന്നത്? ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് കേൾക്കാൻ വന്നിരിക്കല്ലേ അല്ലെ. ആരും കുളിക്കാത്തോലായിട്ട് വന്നിരിക്കണവരില്ലല്ലോ, ഇല്ല അല്ലെ. എല്ലാരും കുളിച്ചു വന്നിരിക്കണ പോലെ തന്നെയാണ്. ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ പറഞ്ഞേ, എനിക്ക് കയറാൻ ലേറ്റ് ആയി. ഓക്കെ, അതാണ് അല്ലെ. നമ്മളെ വീട്ടിലാവുമ്പോ നമ്മള് ലേറ്റ് ആവും, കാരണം ഓരോരോ കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആവും. നമ്മ ഹസ്ബൻഡ് വീട്ടിലാവുമ്പോ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ നമുക്കൊരു ഇതുണ്ടാവും. ഇനിയിപ്പോ സ്വന്തം വീടൊക്കെ ഉണ്ടാവൂലെ, നമ്മള് വീട് മാറി സ്വന്തം എടുക്കണ പോലെയാണെങ്കിലും അത്യാവശ്യം ചിലപ്പോ ലേറ്റ് ആവും. മറ്റത് പേടിച്ചിട്ട് നമ്മൾ ചെയ്യും അല്ലെ. ബാക്കിയുള്ളവർ കാണും എന്നുള്ള ആ ഒരു സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അതാണ് ആ ഒരു ചേഞ്ച് അല്ലെ. ഓക്കെ. അപ്പൊ എവിടെയാലും നമ്മൾ വൃത്തിയിൽ നടക്കുക കേട്ടോ, അത്ര ചിന്തിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയാൻ പോണത്? ദ സ്കൂൾ ഷുഡ് ഹെൽപ് ടു ഡെവലപ്പ് എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത് അല്ലെ. എന്താണ് അതിൽ പറഞ്ഞത്? അതായത് നമുക്ക്
ആയിട്ടുള്ള ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ ആര് സഹായിക്കണം, എവിടെ സഹായിക്കണം? സ്കൂൾ ഹെൽപ്പ് ചെയ്യണം അല്ലെ. അതായത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ അല്ലെ അത് വളർത്തിയെടുക്കാൻ എവിടെയാണ് നമുക്ക് സഹായിക്കേണ്ടത്? സ്കൂളുകളിൽ കുറച്ച് കാര്യങ്ങൾ സഹായിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നിങ്ങൾ സിമ്പിൾ ആട്ടോ പഠിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഒരു 8 പോയിന്റ്സ് ആയിക്കാറുള്ളത്. 8 പോയിന്റ്സിൽ ഒരു 5 പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ദ സ്കൂൾ ഷുഡ് ഹെൽപ് ടു ഡെവലപ്പ് എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത് കേട്ടോ. അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ സ്കൂളുകൾ സഹായിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ സ്കൂൾ ഷുഡ് ഹെൽപ് ടു ഡെവലപ്പ് എസെൻഷ്യൽ, അത് നമ്മൾ പറഞ്ഞു അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും ശേഷവും എന്ത് ചെയ്യണം? വായ കഴുകണം അല്ലെ. നമ്മള് ഭക്ഷണം കഴിച്ചു, അതായത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ പോയിന്റ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ്, കീപ് പേഴ്സണൽ ഹൈജീൻ ബൈ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ് അല്ലെ. അതായത് വൃത്തിയും വെടിപ്പും പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തി ശുചിത്വം പാലിക്കുക അല്ലെ. വൃത്തിയും വെടിപ്പും അല്ലെ, ഇത് രണ്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ചില ആൾക്കാർ പറയില്ലേ വൃത്തി വെടിപ്പില്ല എന്നൊക്കെ അങ്ങനെ അല്ലെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയും വെടിപ്പും ഇത് രണ്ടും പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് മുമ്പോട്ട് നീക്കണം? നമ്മളെ വ്യക്തി ശുചിത്വം നമ്മള് പാലിക്കണം അല്ലെ. ഓരോരുത്തർക്ക് ഓരോ വ്യക്തി ശുചിത്വം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ടും നല്ല വെടിപ്പായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നടക്കുക. നമ്മൾ ഏറ്റവും വൃത്തിയായി നടക്കുന്ന ഒരു ടൈം ഏതീകാരം? ഏറ്റവും വൃത്തിയായി മാറ്റി ഒരുങ്ങി നന്നായിട്ട് ഇറങ്ങുന്ന ടൈം എപ്പോഴേക്കാരം? ഒരു മാരേജ് ഫംഗ്ഷന് പോവാ അല്ലെ. അത് നമ്മളെ കസിൻസിന്റെ ഒക്കെ ആണെങ്കിലോ അപ്പൊ നന്നായിട്ട് മാറ്റി ഒരുങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോഴാണ് ഒന്നും കൂടെ നമ്മള് പുറത്തു പോകുമ്പോഴും അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മളെ അധികം കൂടുതൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അതുപോലെ ഫ്രണ്ട്സ് ഓരൊക്കെ മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നന്നായിട്ട് കൂടുതലായിട്ട് നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ നമ്മൾ മാറ്റി ഒരുങ്ങും അല്ലെ. മാറ്റി ഒരുങ്ങി നിൽക്കൂലേ? പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കുവോ? ശരിക്കും അങ്ങനെ മാറ്റി ഒരുങ്ങി നിൽക്കണം എന്നാണല്ലേ. പക്ഷെ നമ്മളെന്ത് ചെയ്യൂല? നമുക്ക് അവിടെ അങ്ങനെയൊക്കെ മതി അല്ലെ. അങ്ങനെ ഒരു തോട്ടാണല്ലോ നമുക്ക്. പുറത്ത് പോകുമ്പോഴോ നമ്മളെല്ലാരും നന്നായിട്ട് മാറ്റി ഒരുങ്ങുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്താണ്? റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് കാര്യല്ലേ. ടോയ്ലറ്റ് ശീലങ്ങൾ പതിവായിട്ട് ടോയ്ലറ്റ് കേൾക്കുന്ന ആൾക്കാരല്ലേ എല്ലാരും. പതിവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോയ്ലറ്റ് ശീലങ്ങൾ നമ്മളിപ്പോ അതെങ്ങനെ അവിടെ കിടന്നോട്ടെ 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചാല് എന്ത് ചെയ്യാം? ആകെ കൂടെ പിന്നെ നമുക്ക് ഭാരം കൂടുതലാ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 1 വീക്ക് ഒക്കെ ടോയ്ലറ്റ് നമ്മൾ ആ ഒരു വൃത്തിയാക്കൽ ചെയ്താലോ നമുക്ക് അധികം ബുദ്ധിമുട്ട് വരൂല അല്ലെ. അപ്പൊ പതിവ് ടോയ്ലറ്റ് ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അത് പതിവാക്കുക, റെഗുലർ ആയിട്ട് ചെയ്യുക കേട്ടോ. ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ, ഇതെല്ലാരും ചെയ്യണതല്ലേ. ദിവസവും 2 തവണ പല്ല് തേക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? അല്ലെ ഉണ്ടോ? മോർണിംഗ് എന്തായാലും ഉണ്ട്, നൈറ്റ് ആണ് അല്ലെ ഉറപ്പില്ലാത്തത്. അപ്പൊ ദിവസവും എന്ത് ചെയ്യാ? 2 തവണയെങ്കിലും എന്ത് ചെയ്യണം? പല്ല് തേക്കുക അല്ലെ. നമ്മൾ പല്ല് തേക്കണ കണ്ടാൽ മാത്രമേ നമ്മളെ മക്കള് പല്ല് തേക്കുള്ളൂ അല്ലെ. അപ്പൊ എല്ലാരും രാത്രിയും രാവിലെയൊക്കെ എന്ത് ചെയ്യാ? ടീത്ത് ക്ലീൻ ചെയ്യാട്ടോ. നെക്സ്റ്റ് എന്താണ്? യൂസിങ് ലബോറട്ടറി പ്രോപ്പർലി അല്ലെ. അപ്പൊ ഈ ടോയ്ലറ്റ് നമ്മൾ നേരത്തെ അവിടെ ഒരു ടോയ്ലറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അതുപോലെ എന്താ ചെയ്തത്? ലബോറട്ടറി പറഞ്ഞിട്ട് വേറൊരു നെയിം കൊടുത്തേക്കുക. അത് നന്നായില്ലേ? കാരണം നമുക്ക് പുതിയൊരു നെയിം പഠിച്ചെടുക്കാൻ പറ്റി അല്ലെ. ബാത്റൂം, ടോയ്ലറ്റ്, ലബോറട്ടറി 3 പേരും ഇനി ഓർത്ത് വെക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോയ്ലറ്റ് ശരിയായിട്ട് ഉപയോഗിക്കുക അല്ലെ. കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുക. നെക്സ്റ്റ് എന്താണ്? വാഷിംഗ് വൺ സെൽഫ് വെനെവർ നെസസറി എക്സ്പെഷ്യലി ആഫ്റ്റർ പ്ലേ, ജേർണി എക്സെട്ര. നമ്മളിപ്പോ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ആവശ്യമുള്ള സമയത്ത് കഴുകുക അല്ലെ. കുറച്ച് മുമ്പൊക്കെ ഒരു സോപ്പ് ഇറങ്ങിയിരുന്നു, ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു ആ സോപ്പിന്റെ പേര്? എന്തായിരുന്നു? ഒരു സോപ്പ് ഇറങ്ങിയിട്ടില്ലായിരുന്നു, ചെറിയ എന്തോ ഒരു പേരുണ്ടല്ലോ അതിന്, ഓർമ്മ മൈൻഡിൽ വരുന്നില്ല. പേപ്പർ സോപ്പ് ഇറങ്ങിയിട്ടില്ലായിരുന്നു അല്ലെ. പേപ്പർ സോപ്പ് മക്കൾക്കൊക്കെ കൊടുത്താൽ ഒരു നന്നായിട്ട് വാഷ് ചെയ്യും അല്ലെ. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കളിയാവും, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൈ കഴുകുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കളിയായാലും അത് എന്താണ്? കേടുവാണ് അല്ലെ. പേപ്പർ സോപ്പിന്റെ ഒരു കലവറയായിരുന്നു അത് ഉണ്ടാക്കലും അല്ലെ. ആ ഒരു കൊറോണ സീസണിലൊക്കെ എന്തോ അല്ലെ, അതിന്റെ ഒരു ശേഷം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത്.
അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ളപ്പോ എല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൈ കഴുകണം കേട്ടോ. ഇപ്പൊ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നാൽ എല്ലാവരും എന്താ ചെയ്യുക, നിങ്ങൾ എന്താ ചെയ്യുക, ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് തിരിച്ചു വന്നാല് നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതുണ്ടാവും, അതപ്പൊ തന്നെ കഴിക്കോ, അതോ കൈ കഴുകണം കേട്ടോ. നമ്മള് ചിലപ്പോ ചില സമയത്ത് പെട്ടെന്ന് കഴിക്കാന്ന് വിചാരിച്ച് കൈ കഴുകാതൊക്കെ നോക്കും, നമ്മള് നന്നായിട്ട് കൈ കഴുകണേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പ്രത്യേകിച്ച് അതിൽ പറഞ്ഞത് എന്താണ്, എസ്പെഷ്യലി ആഫ്റ്റർ പ്ലേ അല്ലെ, നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണം, നന്നായിട്ട് അല്ലെ, നമ്മളെ മക്കളൊക്കെ ഈവനിങ് കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അല്ലെ, കളി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും, അതായത് കൈ കഴുകിപ്പിക്കണം കേട്ടോ. മേലെ കഴുകിയാലും കുഴപ്പമില്ല, കൈയൊക്കെ എന്ത് ചെയ്യണം, കഴുകിപ്പിക്കണം കളി കഴിഞ്ഞ് വന്നാൽ കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ജേണി, യാത്രകൾ അല്ലെ, യാത്രയിൽ നമ്മളിപ്പോ യാത്ര പോകാന്ന് വിചാരിക്കുക, യാത്ര പോകുന്ന സമയത്തും നമ്മൾ കൈ കഴുകണം. നിങ്ങളങ്ങനെ ചിന്തിക്കണ്ടാവില്ലേ, യാത്ര പോകുന്ന സമയത്ത് എന്താ കൈ കഴുകണം അല്ലെ. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിക്കും അല്ലെ, അതായത് ഫുഡ് മീൻസ് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് വെള്ളമൊക്കെ ആക്കിയിട്ട് കൈ കഴുകാൻ പറ്റൂലേ. നമ്മള് അവിടെയും ഇവിടെയൊക്കെ തൊട്ടതല്ല. ഇപ്പെന്ന് വെച്ചാല് നമ്മളെ എല്ലായിടത്തും എന്താണ്, രോഗാണുക്കൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മള് എവിടെ എന്താണ് ചെയ്യണം, നമ്മള് കൈ കഴുകണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ, ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്വയം കഴുകുക. പിന്നെ പ്രത്യേകിച്ച് എക്സ്പെഷ്യലി പ്ലേ ടൈമിലും അതുപോലെ തന്നെ എന്താണ്, ജേണി എക്സെട്ര. അപ്പൊ ഈ ടൈമിലൊക്കെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് കൈ കഴുകണം കേട്ടോ. ഇനി സെവൻത്ത് നമ്മൾ നേരത്തെ വായിച്ചിട്ടില്ലായിരുന്നു, അപ്പൊ ഞാനത് വായിച്ചുതരാം കേട്ടോ. ബിസൈഡ്സ് ഡെവലപ്പിംഗ് ദീസ് ഹാബിറ്റ്സ്, ദ സ്കൂൾ മസ്റ്റ് ടേക്ക് കെയർ ഇൻ പ്രൊവൈഡിങ് ചിൽഡ്രൻ വിത്ത് ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഫുഡ് അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഈ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിന് പുറമെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ള അല്ലെ, ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞേ, പോഷക സമൃദ്ധമായിട്ടുള്ള സമീകൃതാഹാരം അല്ലെ, അത് നൽകാൻ സ്കൂളുകൾ ശ്രദ്ധിക്കണം. ഓർക്ക് ന്യൂട്രീഷ്യസ് ചില തീരുണ്ടങ്ങൾ കണ്ടില്ലേ, ഗവൺമെന്റ് സ്കൂളിലൊക്കെ എന്താ ഉണ്ടാവുക, കഞ്ഞിയൊക്കെ ഉണ്ടാവലുണ്ട് അല്ലെ. ഇപ്പൊ കഞ്ഞി ഉണ്ടാവലുണ്ട്, അതുപോലെ എന്താ പാല്, മുട്ട അങ്ങനെയൊക്കെ കൊടുക്കലില്ലേ, പാലും മുട്ട. അതുപോലെ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലെത്തിയാൽ കഞ്ഞി അങ്ങനെയൊക്കെയല്ലേ കൊടുക്കാറുള്ളത്. അപ്പോ എന്താണ്, നമ്മൾ നേരത്തെ പാലും മുട്ടയൊക്കെ ഉണ്ടാവലുണ്ട് അല്ലെ. പിന്നെ അതുപോലെ എന്താ കഞ്ഞിയൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ഞങ്ങൾക്കൊന്നും അത് കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച, പിന്നെ മോള് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ഓൾത് ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കണ്ടതാണ്. നമ്മൾ CBSE ആകുമ്പോൾ നമുക്ക് അങ്ങനെ പാലും മുട്ടയും, അങ്ങനെ പാലുണ്ടായിരുന്നു കേട്ടോ, പാല് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുട്ട അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ മോള് പോയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റിയത്. ഇപ്പോ CBSE സ്കൂളിലാണ്, അതായത് 1ാം ക്ലാസ് വരെ ഓള് ഗവൺമെന്റിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ മദ്രസ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളങ്ങനെ മാറ്റി. ഇപ്പോ മോള് രണ്ടാളും അങ്ങനെ അതേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യമൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മള് അവിടെ ആകുമ്പോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് കൂടുതൽ ഇംഗ്ലീഷുകൾ നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അപ്പോ 7ാമത്തെ എന്താണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ശീലങ്ങളുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിന് പുറമെ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡ്, അതായത് കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള സമീകൃതാഹാരം നൽകുന്നതിലും ആര് ശ്രദ്ധിക്കണം, സ്കൂളുകൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം കുട്ടികൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനൊക്കെ പറ്റുള്ളൂ. ആരോഗ്യം ഇല്ലാന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ആരോഗ്യം ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് ഇവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി ലാസ്റ്റ് അതിൽ 8ാമത്താണ് കേട്ടോ, 8 പോയിന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. ഡെവലപ്പിംഗ് സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസസ് എക്സെട്ര. എന്താണ് 8ാമത്തെ പോയിന്റ് പറഞ്ഞത്, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു, ഭക്ഷണം കഴിക്കുക അല്ലെ. 8ാമത്തെ പോയിന്റ് എന്താണ്, ഈറ്റിംഗ് അല്ലെ, ഭക്ഷണം കഴിക്കുക. അതുപോലെ ഡ്രിങ്ക് ചെയ്യുക. പിന്നെ യൂസിങ് പബ്ലിക് പ്ലേസസ് എക്സെട്ര, അതായത് പൊതുസ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനത്തെ സാമൂഹിക ശീലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക. ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ടൈമില് എന്താ പറയാ, എന്തെങ്കിലും വേസ്റ്റ് കാണാന്ന് വിചാരിക്കുക, നിങ്ങൾ അത് കൊണ്ടുപോയി വേസ്റ്റ്, അവിടുത്തെ വേസ്റ്റ്, അതായത് നമ്മൾ പോകുന്ന തൊട്ടടുത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അത് കൊണ്ടുപോയി ഇതിലിടുവോ അല്ലെ. ചില ആൾക്കാർ ചെയ്യും. നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും റോട്ടിൽ എന്തെങ്കിലും ചിലത് കിടക്കുകയാണെങ്കിൽ, ഇപ്പോ ഗവൺമെന്റിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ടോ? ഓക്കെ.
എനിക്കറിയൂല കേട്ടോ ഇപ്പം എങ്ങനെയാന്ന്. പക്ഷെ ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ ഇല്ല കേട്ടോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്താണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വേറൊരു ബുക്കാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഡിഫറെന്റ് ഉണ്ടാവും ഇക്കാരം അല്ലെ? CBSE രണ്ടും ബുക്സിന് വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കും കമ്മ്യൂണിക്കേറ്റീവ്, പക്ഷെ രണ്ടിന്റെയും ഡിഫറൻസ് ഉണ്ടാവും ഇക്കാരം. ഇവിടെ LKG തന്നെ ഉണ്ട്, മോന് വരെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്. ഓർക്ക് ഐ ലൈക്ക് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണാണ് മോനൊക്കെ അവിടെ വന്നിട്ട്. ഐ ഡോണ്ട് ലൈക്ക് കോഫി, ഐ ലൈക്ക് കോഫി. CBSE ഗവൺമെന്റ് വ്യത്യാസമുണ്ട്, പക്ഷെ ഗവൺമെന്റിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാ. അപ്പൊ ശരിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? കാരണം അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കണം, എന്നാലേ കുട്ടികൾക്കൊരു ഇത് കിട്ടുള്ളൂ. ഇപ്പത്തെ കാലത്ത് നമ്മള് എവിടെ പോയാലും സംസാരിക്കണമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? ഇംഗ്ലീഷ് നമ്മളിപ്പോ ഹിന്ദി അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് റിപ്ലൈ നമുക്ക് പോയാൽ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ആയിരിക്കും കൂടുതലും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വരെ നമുക്ക് അത് അറിഞ്ഞിരിക്കണം അല്ലെ? നമുക്ക് തിരിച്ചധികം പറയാൻ പറ്റൂലെങ്കിൽ ഒരു പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ കൂടുതലും ഇന്റർവ്യൂ സെക്ഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്റർവ്യൂ സെക്ഷന് കൂടുതൽ സ്കൂളുകളും ഇംഗ്ലീഷിലാണ് ചോദിക്കാറുള്ളത് അല്ലെ? കൂടുതൽ ഇംഗ്ലീഷിലാണ് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കും, നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ തിരിച്ചു പറ്റൂലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ ഓല ചോദിച്ച കാര്യം നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം വേണ്ടേ? അപ്പോ എന്താ പറയാ, അപ്പൊ അത് അങ്ങക്ക് പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചിട്ട് ഇപ്പൊ ഇംഗ്ലീഷിൽ അധികം പറയാൻ പറ്റൂലെങ്കിലും മലയാളത്തിൽ പറഞ്ഞാലും നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഡെവലപ്പിംഗ് സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസസ് എക്സെട്ര എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുക, അതുപോലെ എന്താണ് ഡ്രിങ്ക് ചെയ്യുക, പിന്നെന്താണ് പബ്ലിക് പ്ലേസസ് അല്ലെ, പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്താണ് അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാവും. സാമൂഹിക ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വികസിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ദ റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്ന അത്യാവശ്യം എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത്. ഇതിലൊരു 5 പോയിന്റ്സ് നിങ്ങൾ ടൈപ്പ് ഒന്ന് എഴുതിയേ. സിമ്പിൾ ആയിട്ടുള്ള 5 പോയിന്റ്സ്. അതിൽ ടോട്ടൽ 8 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ 5 പോയിന്റ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 5 പോയിന്റുകൾ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. അതായത് ദ സ്കൂൾ ഷുഡ് ഹെൽപ്പ് ടു ഡെവലപ്പ് എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത് അല്ലെ? അതാണ് ക്വസ്റ്റ്യൻ. എസെൻഷ്യൽ ഹാബിറ്റ് ഓഫ് ഹെൽത്ത്. അതിലുള്ള ഒരു 5 പോയിന്റ്സ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. 5 മാത്രം ടൈപ്പ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള 5 ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്താ പറയാ, ഒന്നാമത്തെ പോയിന്റ് ഒക്കെ സിമ്പിൾ അല്ല. ഫസ്റ്റ് 5 തന്നെ സിമ്പിൾ ആണ് അല്ലെ? ടൈപ്പ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരും. എക്സാമിന്റെ ടൈമില് എഴുതിയ ഒരു ഓർമ്മ വരുമല്ലോ. എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോ 5 ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 3 4 കേട്ടോ. 2 എന്തായാലും ടൈപ്പ് ചെയ്യണേ. 5 ബുദ്ധിമുട്ടാണെങ്കിൽ 2 3 ഒന്ന് ടൈപ്പ് ചെയ്യാട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്തോ? നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് നിങ്ങളെല്ലാരും കൂടെ, അതായത് നിങ്ങളെല്ലാരും ഇതിൽ ടൈപ്പ് ചെയ്ത് ആൻസർ അയച്ചാൽ മതി കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെത് ഞാൻ ഇവിടെ കാണുമല്ലോ ആരൊക്കെ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പോർഷൻ എടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ എടുക്കാം കേട്ടോ. വേരിയസ് ഏജൻസീസ്. ഓഗസ്റ്റ് 15 എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? സർ പറഞ്ഞിരുന്നോ? എന്തേലും ഉണ്ടോ ഓഗസ്റ്റ് 15?
പ്രോഗ്രാം ഇല്ല അല്ലേ? ആ ഓഗസ്റ്റ് 15 ആവാനായല്ലോ അല്ലെ? അതിന്റെ ഓഗസ്റ്റ് 15 അറിയാമല്ലോ കുറെ എന്താണ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇറങ്ങും അല്ലെ? വളമാല അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഇറങ്ങും. അതൊക്കെ ഇതിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? എയർബെൻഡ്, വളമാല അങ്ങനത്തെ ഓരോന്നുണ്ടല്ലോ ചെയ്യണത്, ക്ലിപ്പ് അല്ലെ? അതിന്റെ ഒരു സീസൺ ആണ് ഇപ്പോ അല്ലെ? ഈ ഒരു വീക്ക് അതിന്റെ ഇതാണ്. ഓക്കെ, ടൈപ്പ് ചെയ്തോ എല്ലാരും? ജലദോഷം മാറാനൊരു പാടാണ്. ജലദോഷം ഇങ്ങോട്ട് ഫുള്ളായിട്ട് മാറി കിട്ടാനേ. ടൈപ്പ് ചെയ്തില്ല എല്ലാരും? മോക്കുണ്ടാക്കി കൊടുക്കും. മോക്കുണ്ടാക്കി കൊടുക്കും അല്ലെ ഫർസാന? ഉണ്ടാക്കി കൊടുത്തു, അതായത് നമ്മൾ ഉണ്ടാക്കി വിറ്റൂടെ? നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ വാങ്ങും അല്ലെ? ഇപ്പൊ അതിന്റെ ഒരു ഇതായതുകൊണ്ട് നമ്മളെ അതായത് എല്ലാം കൂടെ ഒരു പാക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോ ആൾക്കാർ വാങ്ങും. വിക്കലില്ല. വിറ്റുണ്ട് കേട്ടോ. സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യാമല്ലോ. നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന ടൈമിലും എന്ത് ചെയ്യാ, സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ, പാർട്ട് ടൈം ആയിട്ട് അങ്ങനത്തെ ജോബൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ചെറിയ ഇപ്പൊ ഈ ഓണത്തിന് ഇവിടുത്തെ സ്റ്റുഡന്റ് ഉണ്ട്, ഓണത്തിന് സാരികൾ വാങ്ങിയിട്ട് അതിങ്ങനെ കൊടുക്കുക. സാരി ഇപ്പൊ അതിന്റെ ഒരു കളക്ഷൻ ആണല്ലോ. അപ്പൊ ഒരു 5-6 പോയി എന്നൊക്കെ പറഞ്ഞോള്. പിന്നെ എന്തായാലും അത് ഇറക്കുമല്ലോ, മറ്റേ സാരി സെക്ഷൻസ് ഒക്കെ. അങ്ങനത്തെ നമ്മള് ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ, വലിയ എമൗണ്ട് ഒന്നും കിട്ടൂല. എന്നാലും അല്ലെ നമുക്ക് ഒരു ചെറിയ വരുമാനം നല്ലൊരു കാര്യമാണല്ലോ. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ആൻസർ അതിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഡാഷ് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. വേഗം ആൻസർ ചെയ്തണേ. ഡാഷ് ഓക്കെ, സുഹൈലയാണ് ഫസ്റ്റ് എഴുതിയത് അല്ലെ? ഓക്കെ, ഡാഷ് ഈസ് ആൻ എസെൻഷ്യൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്നാലും തെറ്റിക്കരുത് കേട്ടോ. ഹെൽത്ത് അല്ലെ? ഹെൽത്ത് ആണ് ആൻസർ. എല്ലാവർക്കും അറിയാലോ അല്ലെ? എല്ലാരും ടൈപ്പ് ചെയ്തോളി. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു. ആർക്കാണ് ആ വേർഡ് ഒന്ന് എഴുതാൻ പറ്റുക? അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് അല്ലെ? അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സെന്റൻസ്? അരിസ്റ്റോട്ടിൽ ഒരു സെന്റൻസ്. യെസ്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. യെസ്, കറക്റ്റ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് അനദർ നെയിം. ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്പീഡ് കൂടുണ്ടോ? എല്ലാരും എഴുതിക്കോളൂ കേട്ടോ. യെസ്, ഹൈജീൻ. കറക്റ്റ് ആൻസർ ആണ്. ഹൈജീന്. ഇത് നിങ്ങൾക്ക് കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ. ഡാഷ് ആൻഡ് ഡാഷ് ഹെൽത്ത് ആർ ആൾസോ ഈക്വലി നെസസറി ഇൻ ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ്. ഡാഷ് ആൻഡ് ഡാഷ് ഹെൽത്ത് ആർ ആൾസോ ഈക്വലി നെസസറി ഇൻ ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ്. ആരും എഴുതണില്ലല്ലോ. മെന്റൽ കറക്റ്റ് ആണ്. മെന്റൽ ആൻഡ് ഡാഷ് ആർ ആൾസോ ഈക്വലി നെസസറി ഇൻ ദ, ഞാനിതൊരു ഉള്ളെന്ന് ചോദിച്ചതാണ്, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ്. മെന്റൽ കറക്റ്റ് ആണ്. മെന്റലിന്റെ കൂടെ വേറെ എന്താ ഉള്ളത്? ഫിസിക്കൽ അല്ല, മെന്റൽ ആൻഡ് യെസ്, ഇമോഷണൽ. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അല്ലെ? ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നാണ് ചോദിച്ചതാണ് കേട്ടോ.
ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ആർ ആൾസോ ഈക്വലി നെസസറി ഇൻ ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് കേട്ടോ. മെന്റൽ ആൻഡ് ഇമോഷണൽ കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെന്റലും ഇമോഷണലും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും, നിങ്ങളത് മറക്കൂല. നെക്സ്റ്റ് ഐ എക്സാമിനേഷൻ ഉണ്ട് അല്ലെ. നമ്മൾ ഐ എക്സാമിനേഷനില് ഒരു ഡിസീസ് പറഞ്ഞിരുന്നു, ഒരു രോഗം. ഏതായിരുന്നു ആ ഡിസീസിന്റെ നെയിം ഐ എക്സാമിനേഷനില്? യെസ്, മയോപ്പിയ. കറക്റ്റ് ആണ്, മയോപ്പിയ. ഓക്കെ. അതുപോലെ നമ്മളെ ടീത്തിന് വന്നിട്ടുള്ള ഡിസീസിന്റെ നെയിം, ടീത്തിന്റെ പയോറിയ. യെസ്, കറക്റ്റ് ആണ്, പയോറിയ. അറിയാത്തവരില്ലല്ലോ, എല്ലാരും ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും മനസ്സിലാവും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പയോറിയാണ് എന്ത് ടീത്തിൻ്റെത്. ഐ എക്സാമിനേഷൻ്റെത് കണ്ണിൻ്റെത് എന്തായിരുന്നു? ഐൻ്റെത് മയോപ്പിയ അല്ലെ. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് പറഞ്ഞിരുന്നു അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സബ്ജക്ട്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 2 പോയിന്റ്, 2 പോയിന്റ്സ് എഴുതുക. 2 പോയിന്റ് മാത്രം മതി, ഓൺലി 2 പോയിന്റ്സ്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. 2 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. അതില് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഫ്രഷ് എയർ, റെസ്റ്റ്. നല്ല സിമ്പിൾ ആയല്ലോ. ഫ്രഷ് എയർ, റെസ്റ്റ്. ഇമ്പോർട്ടന്റ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, കോസസ് ഓഫ് വേരിയസ്. ഓക്കെ. അപ്പം അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഇതുവരെ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള, അതായത് ഏകദേശം ഭാഗങ്ങൾക്ക് അറിയാലോ അല്ലെ. എപ്പൊ ചോദിച്ചാലും എഴുതാൻ പറ്റും അല്ലെ. ഇനിയിപ്പോ ഫുൾ പോയിന്റ്സ് ഇല്ലെങ്കിലും ഇപ്പൊ ഈ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒക്കെ ഒരു 2 പോയിന്റ്സ് എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ. നോക്കി എഴുതണില്ല എല്ലാരും? നോക്കി എഴുതരുതേ, നോക്കാതെ എഴുതണേ. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. എന്നാലും അധികം കഴിയണതും നിങ്ങൾ നോക്കാതെ എഴുതുക കേട്ടോ. അപ്പോ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ഇതും കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാരും എഴുതിയല്ലോ. നിങ്ങൾക്ക് ഈ വേരിയസ് ഏജൻസീസും കൂടെ ഒന്ന് എടുക്കാം. ചെറിയ ടോപ്പിക്കല്ലേ ഉള്ളൂ, അതും കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതുവരെ എടുത്തത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾക്ക് ഇതിന്റെ ഒരു കുറച്ച് ടോപ്പിക്കും കൂടെ എടുക്കാം കേട്ടോ. എല്ലാരും എഴുതിയല്ലോ അല്ലെ. 2 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. 2 പോയിന്റ്സ്, 2 or 3 പോയിന്റ്സ് എന്താ നിങ്ങൾ എക്സാമിന്റെ ടൈമിൽ പഠിക്കണേ. ഇനി വേരിയസ് ഏജൻസീസ് ഇതൊന്നും എടുക്കാം കേട്ടോ. വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആർ. ഒന്നാമത്തത് എന്താണ്? ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ. ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിംഗ്. ബുക്സ്, ബുക്സ്. ഡി എന്താണ്? ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ് എക്സെട്ര. When it comes to the level of the small children, they learn many things by role of modeling. So teachers and other adults who interact with them can show good health habits in school, especially in usage of toilets, washing hands before eating something, etc. Okay.
അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് വായിച്ചു തരാ ആരാ അതൊന്ന് വായിച്ചു തരാ? വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഞാൻ വായിച്ചു തരാന്ന് പറയാ, ആരെ മുമ്പൊക്കെ വരിക? ഞാൻ വായിക്കാം മിസ്സേ. ആ ഓക്കെ. വായിച്ചോ. Various agencies for improving health education are chart and poster showing proper hygiene condition, chart including the rule of healthy living, books, features, film, radio program, etc. When it comes to the level of the small children, they learn by role of the modeling. So teachers and other adults who interact with them can show good health habits in school, especially in usage of toilets, washing hands before eating something, etc. ഓക്കെ, ഫുള്ള് വായിച്ചോ? അപ്പൊ വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, അതാണ് അതാണ് നമ്മൾ ഇന്ന് എടുക്കണതിന്റെ ലാസ്റ്റ് ടോപ്പിക്. അതായത് ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള എന്താണ് കുറച്ച് ഏജൻസികൾ, വിവിധ തരം ഏജൻസികളാണ് കേട്ടോ. നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഏജൻസികളുണ്ട്, അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ഒന്നാമത്തെ നോക്കാം. അതായത് ഹെഡിങ് മനസ്സിലാക്കണേ. ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള എന്താണ് ഏജൻസി അല്ലെ, ഏതൊക്കെ ഏജൻസികളാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു? ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ ശുചിത്വ അവസ്ഥ അല്ലെ, ശരിയായിട്ട് വൃത്തിയുള്ള അവസ്ഥ കാണിക്കണ എന്ത് ചാർട്ടുകള്, പോസ്റ്റേഴ്സ് അല്ലെ. നമ്മൾ എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചാർട്ടും പോസ്റ്ററും ഒക്കെ ഹെൽത്ത് അത്യാവശ്യം നമ്മൾ സ്കൂളുകളിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇല്ലേ, അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോ ശരിയായ ശുചിത്വ അവസ്ഥയെ കാണിക്കണ എന്താണ്? ചാർട്ടുകളും അതേപോലെ പോസ്റ്റേഴ്സും. സെക്കൻഡ് വൺ, ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്താണ്? ആരോഗ്യകരമായ അല്ലെ, നമ്മൾ ആരോഗ്യകരമായ ജീവിത ശൈലി ഉണ്ടാവും അല്ലെ, അതിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ചാർട്ട്. അതായത് ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. ചാർട്ടിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? എന്തിന്റെ റൂളാണ്? ഹെൽത്തി ലിവിങ് അല്ലെ, നമ്മളെ ജീവിത ശൈലിയുടെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള, നമ്മളെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ജീവിത ശൈലിയുടെ ചാർട്ട് അല്ലെ, അതാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്, ആരോഗ്യകരമായ ജീവിത ശൈലിയുടെ എന്താണ് അതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചാർട്ട്. നെക്സ്റ്റ് എന്താ? ബുക്സ്, അറിയാലോ, പുസ്തകങ്ങൾ. പിന്നെ എന്താണ്? ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ് എക്സെട്ര. ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ എന്തേക്കാരം ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ? എന്തേക്കാരം? ഒന്ന് ടൈപ്പ് ചെയ്യാ. ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടില്ലേ? ഫീച്ചർ ഫിലിം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫീച്ചർ ഫിലിം ഡോക്യുമെന്ററി അല്ലേ? യെസ്, നമ്മളെ എന്താണ് ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാല് നമ്മളെ വീഡിയോ, അതായത് വീഡിയോകൾ തന്നെയാണ് ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാല്. നമ്മളിപ്പോ എന്താണ് റേഡിയോ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പൊ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള റേഡിയോ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം കുറവ് കാലം കേൾക്കല് ആൾക്കാർ അല്ലെ. കാരണം ഇപ്പൊ കൂടുതൽ ചാർട്ടും അതുപോലെ എന്താണ് നമ്മളെ വീഡിയോകളും അതുപോലെ പോസ്റ്റേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവല് അല്ലെ. ഇപ്പൊ റേഡിയോ പ്രോഗ്രാംസ് ഒക്കെ അധികവും നമുക്ക് എന്താണ് പൊതുവെ കുറവാണുള്ളത് അല്ലെ. അപ്പൊ ഫീച്ചർ ഫിലിമും അതുപോലെ റേഡിയോ പ്രോഗ്രാംസും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മളെ ഹെൽത്തിന്റെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ്, അതായത് മെച്ചപ്പെടുത്താനുള്ള ഏജൻസികളാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. ഈ താഴെ പറഞ്ഞിട്ടുള്ള ഈ എത്ര കാര്യങ്ങളാ? 4 കാര്യങ്ങൾ. ഏതൊക്കെയാ 4 കാര്യങ്ങള്? ചാർട്ട് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കാണിക്കാൻ? ഹൈജീനിന്റെ അവസ്ഥ കാണിക്കുന്ന ചാർട്ടുകളും പോസ്റ്ററുകളും. പിന്നെ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്താണ്? റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ് അല്ലെ, അതായത് നമ്മളെ വൃത്തിയുടെ അവസ്ഥ ചാർട്ടുകള്. പിന്നെ ബുക്സ്, പിന്നെ ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ആരോഗ്യം, അതായത് നമ്മളെ ഹെൽത്തിന്റെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ഏജൻസികൾ.
Okay. In next, when it comes to the level of the small children, they learn many things by role of modeling. അല്ലെ, കൊച്ചു കുട്ടികളുടെ നിലവാരത്തിലേക്ക് കൊച്ചു കുട്ടികളുടെ നിലവാരത്തിലേക്ക് വരുമ്പോൾ അവരെന്താണ് കൂടുതൽ പഠിക്കുന്നത്? ചെറിയ കുട്ടികളുടെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരികയെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കൂടുതലായിട്ട് എന്താ ഉള്ളത്? മോഡലിംഗ്. അല്ലെ, മോഡലിംഗിലൂടെയാണ് എന്ത് ചെയ്യണത്? പലതും ഇവര് പഠിക്കണത്. അല്ലെ, ഇപ്പൊ ഫുൾ അധികം മോഡലിംഗ് ആണല്ലോ. അപ്പൊ നമ്മള് അതായത് കൊച്ചു കുട്ടികളുടെ ആ ഒരു നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ട് എന്താണുള്ളത്? മോഡലിംഗിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലതും പഠിക്കുന്നത്. So teachers and other adults who interact with them can show good health habits in a school, especially in usage of toilets. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിനാൽ ഇവര് ഇടപഴകുന്ന, അതായത് അധ്യാപകരും മറ്റു മുതിർന്നവരൊക്കെ ഇടപഴകുന്ന, അല്ലെ, അവരൊക്കെ ഇടപഴകുന്നതാണ് എന്ത്? സ്കൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ആരോഗ്യശീലങ്ങൾ കാണിക്കാൻ കഴിയണം, വേണ്ടേ? അതായത് സ്കൂളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അധ്യാപകരും അതേപോലെ മറ്റു മുതിർന്നവരും ഒക്കെ ഇടപഴകുന്ന സ്ഥലമാണ് ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എന്താണ്? ആരോഗ്യശീലങ്ങൾ, അല്ലെ, നല്ല ആരോഗ്യശീലങ്ങൾ നമുക്ക് അവിടെ കാണിക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. ഇനി പ്രത്യേകിച്ച് എവിടെയാണ്? പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ യൂസേജ് ഓഫ് ടോയ്ലറ്റ്സ്. അല്ലെ, ടോയ്ലറ്റിന്റെ ഉപയോഗം നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുണ്ടാവും, അല്ലെ, സാധാരണയാണത്. പക്ഷെ എവിടെ പോയാലും നമുക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാരം? ബുദ്ധിമുട്ട് ചെയ്യാരം, അല്ലെ, കൂടുതൽ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതായത് ടോയ്ലറ്റ് വൃത്തിയില്ലാഞ്ഞാല് നമുക്ക് ആ ഭാഗത്തേക്കേ പോകാൻ തോന്നൂല, അല്ലെ, പിന്നെ അവിടെ യൂറിൻ പാസ് ചെയ്യാനൊന്നും നമുക്ക് തോന്നൂല. അപ്പോ എന്ത് ചെയ്യണം? ഇപ്പൊ സ്കൂളുകളില് അധ്യാപകരും മറ്റ് മുതിർന്നവരൊക്കെ അവിടെ എന്ത് ചെയ്യണം? ആരോഗ്യത്തിന്റെ ആ ഒരു വിദ്യാഭ്യാസം ഇവർക്ക് കാണിക്കാൻ പറ്റണമെന്നാണ് പറഞ്ഞത് കേട്ടോ. എസ്പെഷ്യലി യൂസേജ് ഓഫ് ടോയ്ലറ്റ്സ്, അതായത് ടോയ്ലറ്റിന്റെ ഉപയോഗം, വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് സംതിങ് എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിന്റെ മുമ്പ് കൈ കഴുകുക, അല്ലെ, നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മൾ ആ ഒരു ലെവല്, കൊച്ചു കുട്ടികളുടെ ആ ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതലായിട്ട് എന്താണ്? മോഡലിംഗ്, അല്ലെ, മോഡലിംഗിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? പലതും പഠിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരും പിന്നെ സ്കൂളും, അല്ലെ, അധ്യാപകരും മുതിർന്നവരും ഇടപഴകുന്ന സ്ഥലമാണ് എവിടെ? സ്കൂള്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്, അല്ലെ, നല്ലൊരു കൊണ്ടുവരണം? നല്ലൊരു ഹെൽത്ത്, അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ അവിടുത്തെ ഹെൽത്തിന്റെ ആ ഒരു ശീലങ്ങൾ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റണം. അതുപോലെ തന്നെ എന്താണ്? എക്സ്പെഷ്യലി ടോയ്ലറ്റ്സ് ആണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കൈ കഴുകുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള വിവിധ തരം ഏജൻസികളിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിലുള്ള ABCD ഉണ്ട്, 4 ഉണ്ട്. ആ ഒരു 4 പോയിന്റ് ഒന്ന് നിങ്ങൾ എഴുതുമോ? ഒന്ന് ടൈപ്പ് ചെയ്യാം. ചാർട്ടും പോസ്റ്ററും, അതേപോലെ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബുക്സ്, പിന്നെ ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഏജൻസി എന്ന് കാണുമ്പോൾ ഈ ആൻസർ എഴുതണം കേട്ടോ. അതുപോലെ നിങ്ങൾ മാറി എഴുതരുത്. നമ്മളതിൽ ഇപ്പൊ റോൾസ് ഓഫ് ഹെൽത്ത് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും മാറിയിട്ട് എക്സാമിന് എഴുതരുത് കേട്ടോ. അപ്പൊ ഇതൊന്നും നിങ്ങൾ എഴുതുക, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതൊന്നും എഴുതുക കേട്ടോ. ഒരു 4 പോയിന്റ്സ് അല്ലേ ഉള്ളൂ, അത് 4 ഒക്കെ ടൈപ്പ് ചെയ്യാം. നാലൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയതാണ് ഏത്? ഫീച്ചർ. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന്റെ ടൈമിലൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും, നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് നിൽക്കും എന്നുള്ള പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനത്തെ പോയിന്റ്സുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക കേട്ടോ. ബുദ്ധിമുട്ടുള്ള പോയിന്റ്സ് അല്ലാത്ത സിമ്പിൾ പോയിന്റ്സുകൾ പഠിച്ചെടുക്കുക. അത് എഴുതിയാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും.
അതിൽ ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്, ബുക്സ്, ഇതിൽ മൊത്തത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. ചാർട്ട് ഇൻക്ലൂഡിങ് റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്, അതേപോലെ പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ, ചാർട്ടും പോസ്റ്റേഴ്സും. എല്ലാരും എഴുതി അയച്ചോളൂ കേട്ടോ. എല്ലാം നിങ്ങള് ഇതിലുള്ള ഓരോ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, എന്നിട്ട് ആൻസർ ചെയ്തണം കേട്ടോ എല്ലാവരും. നിങ്ങൾ അതായത് ഇപ്പോഴല്ല, ഫൈനൽ എക്സാമിന് നമ്മൾ മോഡലൊക്കെ നടത്തുമ്പോൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു. അപ്പൊ അതിലൊരു 2 പോയിന്റ്സ് നിങ്ങളെ മൈൻഡിൽ അതാണ്ട് നിർത്തി വെക്കണം കേട്ടോ. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ 2 പോയിന്റ്സ് നല്ല സിമ്പിൾ ആയിട്ടുള്ള പഠിച്ചേക്കണം. അതുപോലെ പിന്നെ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതും പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ ഇന്ന് എടുത്തിട്ടുള്ള വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സിമ്പിൾ ആയിട്ടുള്ള 2 പഠിച്ചേക്കുക. അപ്പൊ ആ ഒരു സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും എന്നെടുത്ത് ഈ പോർഷൻസ് ഇത്രയും മനസ്സിലായോ ഒന്ന് ടൈപ്പ് ചെയ്യണേ. മനസ്സിലായില്ലേ? ഇത് ഞാൻ നോട്ട്സ് ഞാൻ വിട്ടു തരണ്ടേ. നോട്ട്സ് ഇപ്പൊ എവിടേറ്റാ വിട്ടു തന്നിരുന്നത്? ഇൻസൈഡ് സ്കൂൾ മുതലാ അല്ലെ? ഇൻസൈഡ് സ്കൂൾ മുതലാണ് നിങ്ങൾക്ക് വിട്ടു തരാനുള്ളത്. ഇതിലൊരു മാനേജ്മെന്റ് ഗ്രൂപ്പ് 2 ആക്കോ? അത് നോട്ട് ചെയ്താൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. 2 ആണല്ലോ. ഒന്നായി വന്നിട്ട് ഇന്ത്യയിൽ ഒന്നുള്ളൂ. ജോയിൻ ആയിട്ടില്ല. 2 ആണല്ലോ. നമ്മള് 2 ആക്കിയിട്ടുണ്ടല്ലോ. എന്നാലും ഒന്നേ വന്നിട്ടുള്ളൂ. ആണോ? എന്നാ സാറോട് എന്നത് അതിലൊന്നേ ആഡ് ചെയ്യാൻ പറയണ്ടിട്ടോ. സാറ് ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്, നമ്മളതിൽ വിട്ടുണ്ടല്ലോ. അതില് ഞാൻ എത്ര ആൾക്കാരുണ്ടോ നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാരും അതിലുണ്ടെന്ന് വിചാരിച്ചിരിക്കുവാണ്. അതിലില്ല. ഫർസാനയാണ് ഉണ്ടാത്തത്. ഇതില് വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ഇത്. നമ്മൾ ഗ്രൂപ്പൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഒരു വീക്ക് കഴിഞ്ഞു അല്ലെ? 1 വീക്ക് കുറെ ദിവസമായി. 1 വീക്കൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഗ്രൂപ്പ് മാറ്റിയിട്ട്. നമ്മള് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 ഗ്രൂപ്പ് ആക്കേണ്ടിയിരുന്നു. നമുക്ക് അത്ര ഓർമ്മ ഉണ്ടായില്ല. കാരണം എനിക്കും അങ്ങനെ തന്നെ വിടുമ്പോ എനിക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യണ്ടല്ലോ, പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റും 2 ഗ്രൂപ്പ് ആകുമ്പോഴേ. നമ്മള് കുറെ ചാപ്റ്റർ ഒന്നും എടുക്കുന്നതിന്റെ മുമ്പ് നമ്മള് ഗ്രൂപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മള്. അതിലും നല്ല ആഡ് ആക്കാട്ടോ. ഇതിൽ ആഡ് ആക്കാം. ഫർസാന മാത്രല്ലേ ഉള്ളൂ, ബാക്കി എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ആഡാക്കിപ്പോ ആഡാക്കിയോ? ഓക്കെ. നമ്മളെ ഗ്രൂപ്പ് മാറ്റിയിട്ട് കുറച്ചായിട്ടുണ്ട് അല്ലെ? കുറച്ചായിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള അതായത് നോട്ട്സ് ഒക്കെ അതിൽ വിട്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രീ സ്കൂൾ മാനേജ്മെന്റ് അതിൽ വിട്ടിട്ടുണ്ട്. ഇനി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് ഇതിൽ വിടും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവൂല. അപ്പൊ ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അതിൽ വിടണ്ട്. പിന്നെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതുപോലെ ഷോർട്ടും 1 വേർഡും അതിൽ വരുന്ന എസ്സേ ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണേ. എസ്സേ എന്ന് വെച്ചാൽ നിങ്ങൾ എസ്സേക്കായിട്ടാണ് അങ്ങനെ പഠിക്കണ്ട. എന്താ അറിയോ? ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ അതന്നെ എസ്സേ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഈ എസ്സേ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ഉള്ളടക്കമായിട്ടാണല്ലോ നമുക്ക് എഴുതാണ്ടാവുക. അപ്പൊ അതന്നെ നിങ്ങൾ പഠിച്ചാല് അതന്നെ ആ ഒരു എസ്സേയിൽ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.